റഹീം കേൾക്കാമോ? റഹീം കേൾക്കാമോ? സ്പീക്കറിലിട്ടോളൂ. ഒരു സെക്കൻഡ്. റഹീമെ കേൾക്കാമോ? ഞാനിപ്പോ ഉമ്മയുടെ അടുത്താ. റഹീം ഭയങ്കര സന്തോഷമായി കേട്ടോ. റഹീം എത്രയും പെട്ടെന്ന് വരിക. റഹീം ഞാൻ 24 ശ്രീകണ്ഠൻ നായരാണ്. റഹീമിന് മനസ്സിലായോ? റഹീമിന് വേണ്ടി ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഉമ്മ പറഞ്ഞു 34 കോടിയായി. അപ്പോൾ ഇനി എത്രയും പെട്ടെന്ന് പ്രൊസീജിയറുകളൊക്കെ പൂർത്തിയാക്കി അവിടെ ആൾക്കാർ പ്രവർത്തിക്കുന്നുണ്ട് റിയാദിൽ തന്നെ. എത്രയും പെട്ടെന്ന് റഹീമിനെ നാട്ടിൽ കൊണ്ടുവരും. ഇത് മാത്രമല്ല, റഹീമിനെ ഉമ്മയുടെ അടുത്തുകൊണ്ടാക്കുന്നവരെ 24 കൂടെ ഉണ്ടാവും കേട്ടോ. ഉമ്മയോട് എന്തെങ്കിലും ഒന്ന് പറയൂ റഹീം. ഉമ്മ കേട്ടോണ്ടിരിക്കുക ഇത് വിളിച്ച്. അല്ലെ റഹീം ഉമ്മയോട് എന്താ പറയുന്നത്? ഉമ്മ ഇപ്പൊ വലിയ താരമാകും കേട്ടോ. ഉമ്മയുടെ മുമ്പിൽ ഇപ്പൊ 30 TV ചാനലുകളൊക്കെയാ ഒരേ സമയം. അതെ, എത്രയും പെട്ടെന്ന് കാണാൻ പറ്റും റഹീം. മാത്രമല്ല എല്ലാ മലയാളിയും ഒരുപക്ഷെ ഈ റഹീമെ ഒരു ചരിത്ര പുരുഷനായി മാറിക്കഴിഞ്ഞു. കാര്യം എന്താണെന്നറിയോ? ഇത്രയും പെട്ടെന്ന് ഇത്രയും കോടികൾ കേരളത്തിലൊരു ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ കളക്ട് ചെയ്യാൻ പറ്റിയ ആദ്യ സംഭവം റഹീമിൻ്റെത്. അതിന് പ്രധാന കാരണക്കാരി നമ്മുടെ ഉമ്മയാണ്. കാരണം ഉമ്മയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് റഹീമിനെ ഇപ്പൊ തന്നെ മോചിപ്പിച്ചൂടെ കൊണ്ടുവരണമെന്ന് തോന്നും. അത്ര രീതിയിലായിരുന്നു ഉമ്മയുടെ ഇരിപ്പൊക്കെ. ഇപ്പൊ ഭയങ്കര ഹാപ്പിയാ കേട്ടോ ഉമ്മ. ഇപ്പോ ഉമ്മയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. റഹീമ എന്തായാലും ഭയങ്കര സന്തോഷം. റഹീമിനോട് ഇപ്പൊ സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഒരുപക്ഷെ അല്ലെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു. അതും ഒരു നിമിത്തമായി. ഞാനിവിടെ വന്നപ്പോൾ തന്നെ റഹീമിന്റെ കോള് കിട്ടി. ഒരു പ്രേക്ഷകർക്ക് മനസ്സിലാക്കാണെന്നറിയില്ല, ഇദ്ദേഹം യഥാർത്ഥത്തില് റിയാദിലെ ജയിലിൽ കഴിയുന്ന ഈ അബ്ദുൾ റഹീമിന് വേണ്ടിയാണ് നമ്മൾ കുറച്ച് ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടേയിരുന്നതും നിങ്ങളെല്ലാവരും 34 കോടി രൂപ കളക്ട് ചെയ്തതും ഒക്കെ തന്നെ. എന്തായാലും റഹീമെ പ്രേക്ഷകരോടും കൂടെ ഒരു കാര്യം പറഞ്ഞേക്കോ. കാര്യം അവരാണല്ലോ ഇപ്പൊ നമ്മുടെ കരുത്തായി മാറിയത്. എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇതിന്റെ വേഗം എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. കഴിച്ചില്ലാൻ വേണ്ടി ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവർക്കും പ്രത്യേക അശ്രമാങ്ങാത്തോടും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. റഹീമിന് ഇനി കരയേണ്ടി വരത്തില്ല കേട്ടോ. സന്തോഷമായിട്ടിരിക്കുക. നമ്മുടെ അവിടെ ആലിങ്കൽ മുഹമ്മദ് അദ്ദേഹം ഉണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ ഒത്തിരി ആൾക്കാരുണ്ട്. അവരെല്ലാവരും പണിപ്പെടുന്നുണ്ട്. എത്രയും ദിവസങ്ങൾ കുറച്ച് റഹീമിനെ ഈ നമ്മുടെ ഫറൂഖിൽ ഉമ്മയുടെ അടുത്ത് എത്തിക്കാൻ വേണ്ടി. അപ്പൊ റഹീം സന്തോഷമായിട്ട് ധൈര്യമായിട്ടിരിക്കുക. ഓക്കെ, ഞങ്ങളെല്ലാവരും ഉണ്ട് കൂടെ. നന്ദി റഹീം, നന്ദി. ഉമ്മ ഒരു കാര്യം പറഞ്ഞു. ഈ കരയില്ലെന്ന് ഉമ്മ പറയുന്നത് കേട്ടോ. റഹീം സന്തോഷം. ഉമ്മ സന്തോഷത്തിലാ. റഹീം വിഷമിക്കണ്ട കേട്ടോ. സന്തോഷത്തിലാ. ഓക്കെ പിന്നെ വിളിക്കാം ഉമ്മ പിന്നെ വിളിക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും. ഓക്കെ